മഹാഗുരു പരമ്പരയുടെ പദകമലങ്ങളിൽ വീണുവണങ്ങട്ടെ. എല്ലാവർക്കും നമസ്കാരം. മഹാഗുരു കർമ്മകാണ്ഡം ആരംഭിക്കുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയോടുകൂടിയാണ്. അതിനു മുമ്പ് അവധൂതനായി ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് പല സ്ഥലങ്ങളിലും വെച്ച് ഗുരുവിനെ കണ്ടവരുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് ഗുരു ഒരു പ്രവൃത്തിയിലേർപ്പെടുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരു പ്രതിഷ്ഠിച്ച സമയത്ത് അവിടെ പൊതുവെ കേരള സമൂഹത്തിൽ അതൊരു വിപ്ലവമായിരുന്നല്ലോ. കാരണം ആളുകളെല്ലാം നോക്കുന്നത് ചില പ്രത്യേക മാനദണ്ഡങ്ങളും അളവ് പോലും വെച്ചിട്ടാണ്. സന്യാസിക്ക് ജാതിയില്ല, മതമില്ല, മറ്റ് സെക്ടേറിയനിസം ഒന്നുമില്ല. പ്രത്യേകിച്ച് നാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു മഹാഗുരു നടുനിലയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരത് കാണുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന പല പല നിറങ്ങളിലുള്ള ഗ്ലാസ്സുകളിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ ചില വിവാദങ്ങൾ അവിടെ ഉണ്ടായതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചിലർ പറയുന്നു ഗുരു ഈഴവശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ചിലർ പറയുന്നു നമ്പൂരി ശിവനെ നമ്പൂരി ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചതെന്ന് ഗുരു പറഞ്ഞു. ചിലർ പറയും നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പം അതിലെന്താണൊരു ശരിയെന്നുള്ള ഒരു ചോദ്യം സുമനസ്സുകൾക്കുണ്ടാവും. സാധാരണ ഗുരുവിനെ പഠിക്കാൻ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ആളുകൾക്ക് ഗുരു എന്തായിരിക്കും അവിടെ പറഞ്ഞത്, എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്. പിന്നെ പലയിടത്തും പലതാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, പലരും പലതാണല്ലോ പറയുന്നത്. ഇതിൽ എന്താണ് സത്യം, എന്താണ് അതിൻ്റെ ലോജിക്ക്, ഗുരു എങ്ങനെയായിരിക്കാം അതിനെ റെസ്പോണ്ട് ചെയ്ത് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി നമ്മൾ അന്വേഷിക്കുമ്പോൾ നാരായണ ഗുരുവിലും അതിനൊരു വ്യക്തമായ മറുപടി തന്നിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗുരു നിത്യചൈതന്യതി ഒരിക്കലും അടുത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഗുരു എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ചുരുക്കിയൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സംഭാഷണം ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളത് എല്ലാവരും ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന് ഗുരു എഴുതി വച്ചിട്ടുണ്ട്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സാഹോദര്യത്തോടെ വാഴുന്ന ജീവിച്ചു പോകുന്ന ഒരു മാതൃകാസ്ഥാനമാണ് ഇവിടം എന്ന് എഴുതി വെച്ച ഗുരു അവിടെ പ്രതിഷ്ഠിച്ച ആൾ ഇന്ന ജാതിക്കാരനാണ് എന്ന് പറയാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നാരായണ ഗുരു വളരെ ശ്രദ്ധാലുവാണ്. വളരെ ശ്രദ്ധിച്ച് വളരെയധികം സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു ഗുരുവാണല്ലോ. അപ്പം ആ ഗുരു അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നടത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ജാതിഭേദം മതദ്വേഷം എന്ന് പറഞ്ഞിട്ട് അവിടെ ഈഴവശിവനെന്ന് ഗുരു പറയുമോ? ഈഴവശിവനെന്ന് ഗുരു പറയുമോ? നമ്മൾ ആലോചിക്കുക. അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഗുരുവിനെ പിടികിട്ടിട്ടില്ല, ഗുരുവിനെ ശരിക്കും മനസ്സിലായിട്ടില്ല. പൊതുവെ ഈ രാഷ്ട്രീയക്കാരും പിന്നെ SNDPക്കാരും ഒക്കെ രാഷ്ട്രീയ പ്രസംഗക്കാർ ചെയ്യുന്ന പോലുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ വാദവരാതെ വിളിച്ച് കൂന്ന് കേൾക്കാം. ഈഴവശിവൻ എന്ന് പറഞ്ഞു, ഈഴവശിവൻ എന്ന് പറഞ്ഞു. ഈഴവശിവൻ എന്ന് ഗുരു പറയുന്ന സമയത്ത് നമ്മൾക്ക് ഗുരുവിനെ മനസ്സിലായിട്ടില്ല. ഗുരു അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് എന്താണ്. ഇതിലെ കോൺട്രഡിക്ഷൻ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രീതിയിലാണ് ഗുരുവിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ ആക്ഷേപിക്കുന്ന ഗുരുവിനെയാണ്
എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഗുരു നിത്യയുടെ ആ പ്രഭാഷണത്തിൻ്റെ ശകലം ഞാൻ ഇതിൻ്റെ കൂടൊപ്പം സമർപ്പിക്കുന്നത്. നിങ്ങൾക്കത് കേൾക്കാം, കേട്ടിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം, ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു നിഗമനത്തിലെത്താം. ഒരു മഹാഗുരു എന്താണ് അവിടെ പറഞ്ഞത്, എന്താണ് അവിടെ സംഭവിച്ചത്. പിന്നെ ചിലരൊക്കെ പറയുന്നത് ഗുരുവിൻ്റെ നേരെ അവർ ചെന്നു ആക്രമിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നിത്യഗുരു പറയുന്നുണ്ട്. എല്ലാവരും അത് ശ്രവിച്ചാലും. നന്ദി, നമസ്കാരം. കൂടി ഒരു ശിവലിംഗ പ്രതിഷ്ഠ അരിയപ്പുറത്ത് നടത്തിയത്. അതിനെപ്പറ്റി ഇന്ന് കേൾക്കുന്നതായ കഥകളെല്ലാം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കല്ലെറിയാതെ വിടുകയില്ല, എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നാരായണ ഗുരു പ്രതിഷ്ഠ നടത്താൻ പോകുമ്പോൾ ചില നമ്പൂതിരിമാർ ക്രോധിച്ചു ഓടി വന്ന് നിനക്ക് ഇവിടുന്ന് ഇതിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചു എന്ന കഥ നാം കേൾക്കുന്നുണ്ടല്ലോ. എന്നോട് ദയവിയിൽ അവർ പറയട്ടെ, ഏത് ഇല്ലത്തെ അല്ലെങ്കിൽ ഏത് മനയിലെ ഏത് നമ്പൂതിരിയാണ് നാരായണ ഗുരുവിനോട് ചോദിച്ചതെന്ന്? അയാളുടെ പേര് നിങ്ങൾക്കറിയാമോ? അയാളുടെ മന ഏതാണെന്നറിയാമോ? എത്രാം തീയതിയാണ് ചോദിച്ചതെന്നറിയാമോ? കാലത്താണോ വൈകിട്ടാണോ ചോദിച്ചതെന്നറിയാമോ? ഏത് വാചകമാണ് ചോദിച്ചതെന്നറിയാമോ? ഒന്നും അറിയാൻ പാടില്ല. സങ്കല്പം, നമ്മളുടെ വെറും സങ്കല്പത്തിൽ നിന്നും ഉയർന്ന ഒരു കഥയാണ്. എന്നാൽ നാരായണ ഗുരുവിൻ പ്രതിഷ്ഠ കഴിച്ചതിന് ശേഷം ഞാൻ സാധാരണ പറയാറില്ല, ഇന്ന് പറയേണ്ടി വരുന്നു. ഒരു ഈഴവ ഭക്തൻ നാരായണ ഗുരുവിനോട് ചോദിച്ചു, ഇതിന് ഗുരുവിന് അധികാരമുണ്ടോ എന്നൊരു നമ്പൂതിരി ചോദിച്ചാൽ എന്ത് പറയണം? അതിന് ഗുരു പറഞ്ഞു, അതിന് നമ്പൂതിരി ശിവനെ നാം പ്രതിഷ്ഠിച്ചില്ലല്ലോ. ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞില്ല, അത് നമ്മൾ പിന്നെ കൂട്ടിച്ചേർക്കാൻ. അത് ഈഴവ ഭക്തി ഉള്ളിൽ ഇരിക്കുന്നവർക്ക് അത്രയും കൂട്ടിച്ചേർത്താലും മാത്രമേ അത് വ്യാഖ്യാനമാണ്. ഈഴവ ശിവനെ ആണല്ലോ നാം പ്രതിഷ്ഠിച്ചതെന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് പറഞ്ഞ നാരായണ ഗുരു അങ്ങനെയും കൂടെ പറഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ നാരായണ ഗുരുവിന്റെ പിന്നാലെ പോയിട്ട് തന്നെ കാര്യമില്ല. പറഞ്ഞിട്ടില്ല. അതിന് നമ്പൂതിരി ശിവനെ നാം പ്രതിഷ്ഠിച്ചില്ലല്ലോ എന്നേ പറഞ്ഞുള്ളൂ. അതിനൊരു വ്യാഖ്യാനം കൂടെ കൊടുത്തു. ഇതെല്ലാം ഞാൻ ഇപ്പോൾ എന്തിനുകൊണ്ട് പറയുന്നത്, ഞാൻ അടുത്ത് തന്നെ ചത്തുപോയാൽ ഈ വേറൊരുത്തനും പറയുകയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് പറയണം. ഇതൊരുമാതിരി വിഗ്രഹ പൂജയാണ്. ഈ വാക്കുകളിലെല്ലാം ഇരിക്കുന്നത് ഈഴവൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ്. അതിന്റെ പൂജയാണ്. അതിന്റെ പൂജയെ കൊണ്ടുവന്ന് നാരായണ ഗുരുവിൽ അർപ്പിക്കുന്നതാണ്. ഇത് അപഹാസ്യമാണ്, ആക്ഷേപകരമാണ്. ഇതിനെ ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല.